Today we are discussing about fundamental analysis. This fundamental analysis is used to determine the intrinsic value of shares. നമ്മളിപ്പം റിസ്കിനെ കുറിച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് ഇസ് റിസ്ക്? റിസ്ക് ഇസ് ദ ഡീവിയേഷൻ ഫ്രം ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ് നമുക്ക് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് മേ ബി സിസ്റ്റമാറ്റിക് റിസ്ക് ആസ് വെൽ ആസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് അല്ലേ? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ആ സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി വി വിൽ യൂസ് ബീറ്റ, ആൻഡ് ദ മെഷർ ഓഫ് ദീസ് റിസ്ക് ആർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ് ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് സെഷൻസ്. Okay, so adile namakku unsystematic risk is also there. That unsystematic risk is those risks which we can predict. That is unsystematic risk that can be controllable as well, that can be diversible as well. നമ്മളിപ്പോൾ ഒരു ഷെയറിൽ നിന്നുണ്ടാവുന്ന നഷ്ടം നമുക്ക് വേണമെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ, ഡൈവേഴ്സിഫിക്കേഷൻ മീൻസ് നമ്മൾ പല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലേക്ക് നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനിയിൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊരു കമ്പനിയിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഡൈവേഴ്സിബിൾ ആണ്. പക്ഷേ ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ്, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് എല്ലാ ഷെയർസിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ സിസ്റ്റമാറ്റിക് റിസ്ക്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ബീറ്റ എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഒരു ഷെയറിൽ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, ഹൗ വി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എ ഷെയർ പ്രോഫിറ്റബിളി. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സ് ഉണ്ട്, രണ്ട് അനാലിസിസ് ഉണ്ട്, രണ്ട് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫണ്ടമെൻ്റൽ അനാലിസിസ്, സെക്കൻഡ് വൺ ഇസ് ടെക്നിക്കൽ അനാലിസിസ്. So first we are going with fundamental analysis. What is this fundamental analysis? It is used to determine the intrinsic value of shares by examining the underlying forces that affect the well-being of the economy, industry and companies. നമുക്ക് മൂന്ന് ഫേസസ് ആയിട്ട് നമുക്കിതിൽ നിന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇക്കണോമിയാണ്, സെക്കൻഡ് വൺ ഇസ് ഇൻഡസ്ട്രി, തേർഡ് വൺ ഇസ് കമ്പനി. ഇക്കണോമി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോൾ ഇക്കണോമി, വേൾഡ് ഇക്കണോമിയെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, GDP ഉണ്ട്, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇക്കണോമീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഇക്കണോമിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡസ്ട്രി ഉണ്ടാവുന്നത്. ഇൻഡസ്ട്രീസ് ആർ ഗ്രൂപ്പ് ഓഫ് ഫേംസ് അല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആവാം. അപ്പോൾ ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിൽ നമുക്ക് അതിൻ്റെ ഗവൺമെൻറ് പോളിസി ടുവേർഡ്സ് എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി, അതിൻ്റെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസിൽ നമ്മൾ നോക്കുക. തേർഡ് വൺ ഇസ് കമ്പനി അനാലിസിസ്. In this company analysis, we will look into that particular company's financial statements. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ കമ്പനിയുടെ ഷെയറിനെ വിലയിരുത്തുകയാണെങ്കിൽ അതിന് കമ്പനി അനാലിസിസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഫേസസിലൂടെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു പേര് കൂടെ പറയാനുണ്ട്, ദാറ്റ് ഇസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ദാറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. In this analysis, we are trying to find out the intrinsic value. What is this intrinsic value? Intrinsic value is real worth of that particular share. നമ്മളിപ്പോൾ ഒരു ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആവണമെന്നില്ല അതിൻ്റെ റിയൽ വർത്ത്. ബിക്കോസ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള ഡിവിഡൻഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിന് ഒരു റിയൽ വർത്ത് ഉണ്ടാവും. That real worth is intrinsic value. On the basis of this intrinsic value ആണ് നമ്മളൊരു സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ ദിസ് ഇൻട്രിൻസിക് വാല്യൂവിൽ നമുക്ക് പല കാര്യങ്ങളും വരാം. വെറും മാർക്കറ്റ് വാല്യൂ അല്ല അത്. അതിൽ ബ്രാൻഡ് നെയിം ആവാം, ട്രേഡ് മാർക്സ് ആവാം, കോപ്പി റൈറ്റ്സ് ആവാം. നമുക്ക് എന്താണ് ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് കൂടെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യും, ഈ ഇൻട്രിൻസിക് വാല്യൂവിൽ കൺസിഡർ ചെയ്യും. അത് മാർക്കറ്റ് പ്രൈസ് ആവണമെന്നില്ല. Then what is this intrinsic value? It is the value which is determined by different forces in economy, industry and company. So we have to analyze economy, industry and company. So first we are analyzing at economy level.
It focuses on economic data such as GDP, foreign exchange, inflation, interest rate, etc. to assess the present and future growth of the economy. And then at the industry level, fundamental analysis examines the supply and demand forces for the products offered. And then at the company level, it examines the financial data. Okay, അതിൽ നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റ മീൻസ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ച് നമ്മളിപ്പോൾ റേഷ്യോ അനാലിസിസ് അതൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി, ഡിഫറെൻറ്റ് ഇയേഴ്സിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് ആ കമ്പനീനെ നമ്മൾ അനലൈസ് ചെയ്യുക. ദാറ്റ് ഈസ് കമ്മിങ് അണ്ടർ തേർഡ് ഫേസ്, ദറ്റ് ഈസ് കമ്പനി അനാലിസിസ്. Then we are moving on to economic analysis in detail. Economic analysis occupies the first place in financial analysis or fundamental analysis. അത് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ ഫസ്റ്റ് ഫേസ് ആണ്. ബോട്ടം അപ്പ് അപ്രോച്ച് ആണെങ്കിൽ നമ്മൾ ആദ്യം കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യും, പിന്നെ അത് ഇൻഡസ്ട്രി ഏതിലാണെന്ന് നോക്കും, പിന്നെ അതിൻ്റെ ഇക്കണോമി മൊത്തം നമ്മുടെ ഇക്കണോമിയും നമ്മുടെ കമ്പനിയും വെച്ച് ഇൻഡസ്ട്രിയും വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അപ്പോൾ ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ നമ്മൾ ഫസ്റ്റ് ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുക? ഇക്കണോമി അനാലിസിസ്. അതിൽ വരുന്ന ഫസ്റ്റ് is gross domestic product. GDP indicates the rate of growth of the economy. GDP represents the value of all the goods and services produced by a country in 1 year. അത് ഗ്രോത്ത് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇറ്റ് വിൽ ബി ഫേവറബിൾ. അപ്പോൾ GDP ഗ്രോത്ത് റേറ്റ് തകരാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും? ദാറ്റ് വിൽ എഫക്റ്റ് അഡ്വേഴ്സ്ലി ഇൻ ദി ഷെയർ മാർക്കറ്റ്. ദെൻ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നമുക്കറിയാം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ചാനൽ ത്രൂ വിച്ച് ദ സേവിങ്സ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ മെയ്ഡ് അവൈലബിൾ ടു ദ ഇൻഡസ്ട്രീസ്. നമ്മൾ ഷെയർ വാങ്ങുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഫണ്ട് ഫോർ ദ ഇൻഡസ്ട്രി. അപ്പം ആ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ഓഫ് ദ പബ്ലിക് എഫക്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് വെൽ. ദെൻ ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ മീൻസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താവും? GDP ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്താവും? ഇൻഫ്ലേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ദെൻ ദ റിയൽ റേറ്റ് ഓഫ് ഗ്രോത്ത് വുഡ് ബി വെരി ലിറ്റിൽ. GDP കൂടുന്നുണ്ട്, പക്ഷേ ഇൻഫ്ലേഷൻ കൂടുതലാണെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ അതെന്താണ്? ദാറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഷെയർ മാർക്കറ്റ്. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് എഫക്ട്സ് ദ കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് ടു ദ ഫേം. കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോറോയിങ് കോസ്റ്റ് കൂടും. ബോറോയിങ് കോസ്റ്റ് കൂടുന്ന സമയത്ത് നമ്മൾ ഈ ഷെയറിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അത് എന്ത് ചെയ്യും? ബാഡ്ലി എഫക്ട് ദി ഷെയർ മാർക്കറ്റ്. അത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ടു ദ ഷെയർ മാർക്കറ്റ്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഹയർ ഇറ്റ് വിൽ ബി adversely affect the share market ഒരു പരിധി വരെ. Then budget. Budget is the annual financial statement of the government which deals with expected revenues and expenditure. നമുക്കറിയാം ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ടാവാം, സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാവാം. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലേഷനാണ് നമ്മൾ കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ അതെന്താവും? അത് നമുക്ക് അഡ്വേഴ്സ്ലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ഒരു വേരിയേഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇക്കണോമിക് ഫാക്ടറിലുള്ള വേരിയേഷൻ ദാറ്റ് വിൽ ഹാവ് എ ബിഗർ റിയാക്ഷൻ ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്. ദെൻ അടുത്തത് ടാക്സ് സ്ട്രക്ചർ. ടാക്സ് സ്ട്രക്ചർ വിച്ച് പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ് ഫോർ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ടാക്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ ടാക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് ഫോർ ദ ഇക്കണോമി, ഗുഡ് ഫോർ ദ ഷെയർ മാർക്കറ്റ് ആസ് വെൽ. ദെൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മേ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫോറിൻ റെസീപ്റ്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സ്പോർട്ട് കൂടിക്കഴിഞ്ഞാൽ ദർ വിൽ ബി സർപ്ലസ്. എക്സ്പോർട്ട് കുറവാണെങ്കിൽ ദർ വിൽ ബി, ഇമ്പോർട്ടിനേക്കാളും എക്സ്പോർട്ട് കുറവാണെങ്കിൽ ദർ വിൽ ബി ഡെഫിസിറ്റ്. ഇഫ് ഡെഫിസിറ്റ് ഇൻക്രീസസ് ദ റുപ്പി മേ ഡിപ്രീസിയേറ്റ് അഗെയിൻസ്റ്റ് അതർ കറൻസീസ്. അപ്പോൾ അതെന്താവും? നമ്മളുടെ ഇൻഡസ്ട്രീനെ എഫക്റ്റ് ചെയ്യും. ദെൻ മൺസൂൺ ആൻഡ് അഗ്രികൾച്ചർ. നമുക്കറിയാം ഇന്ത്യ ഈസ് എ പ്രൈമർലി ആൻ അഗ്രികൾച്ചറൽ കൺട്രിയാണെന്ന് അറിയാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ ദാറ്റ് വിൽ എഫക്ട് ദ ഇക്കണോമി ആസ് എ ഹോൾ. നെക്സ്റ്റ് ഇസ് infrastructure. Infrastructure facilities are essential for growth
ഓഫ് ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് അഗ്രികൾച്ചറൽ ഫീൽഡ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ട്രാൻസ്പോർട്ട്, എനർജി, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ എഫക്റ്റ് ഇതിലും ഉണ്ടാവും, ഷെയർ മാർക്കറ്റിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെ ഇക്കണോമിക് ഫാക്ടേഴ്സാണ്. ദെൻ ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. ഡെമോഗ്രാഫിക് ഡാറ്റ പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് അബൌട്ട് population by age, occupation, literacy, etc. Then political stability. A stable political system ആണെങ്കിൽ it is very good for the economy. പക്ഷേ അത് നമുക്കൊരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കുറവല്ലേ. അങ്ങനെയാകുമ്പോൾ എന്താണ്, that will adversely affect our industrial growth as well. So these are economic analysis. Then let's move on to then industry or sector analysis. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിലെ ഇൻഡസ്ട്രി അനാലിസിസ് ആണ്. ഇൻഡസ്ട്രി സെക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് ഓർ കമ്പനീസ് ദാറ്റ് ഹാവ് സിമിലർ technological structure of production and produce similar products. അപ്പോൾ ഇതിൽ കുറേ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് ഇൻഡസ്ട്രീസിനെ 3 ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്, സെക്കൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, തേർഡ് വൺ ലാർജ് സൈസ്ഡ് ഇൻഡസ്ട്രീസ്. വലിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ എന്താണ് റുപ്പീസ് പെയ്ഡപ്പ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 30 lakhs വരെയുള്ള മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 30 lakhs. അതിൽ 30 lakhs മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഷെയർസ്. ദെൻ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ്, ദ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് വിച്ച് ഹാവ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 crores ആൻഡ് എബോവ് ക്യാൻ ബി ലിസ്റ്റഡ് ഓൺ ദി റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലൈക്ക് കൊച്ചിൻ, കോയമ്പത്തൂർ എക്സെട്ര. ദെൻ ലാർജ് സൈസ്ഡ് ഇൻഡസ്ട്രീസ്, അതിൽ BSE NSEയിലൊക്കെയാണ് നമ്മൾ 10 crores കൂടുതൽ ഷെയർസുള്ള കമ്പനീസിനാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ BSE NSE പോലത്തെ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കുറേ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക് ഇൻഡസ്ട്രീസ് ആർ ദെയർ, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഉണ്ട്, കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് ആർ ദെയർ. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആണ്. അതിൽ ഫസ്റ്റ് demand and market. If the industry is to have good prospects of profitability, the demand for the product should not be controlled by the government. Then government policy. The government policy towards different industrial sector. അതെന്താവാം, ആ ഇൻഡസ്ട്രീനെ ഒന്നുകിൽ adversely എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫേവറബിളി എഫക്റ്റ് ചെയ്യാം. ദെൻ ലേബർ ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ്. ആ ഇൻഡസ്ട്രിയിൽ വരുന്ന ഇൻഡസ്ട്രീനെ ഇൻറ്റേർണലായിട്ട് വരുന്ന പ്രോബ്ലംസ്, അതായത് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്, ലേ ഓഫ്, സ്ട്രൈക്ക്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആ ഇൻഡസ്ട്രിയിലുള്ള ഫേംസിനെ മൊത്തമായിട്ട് ബാധിക്കാം. ദെൻ മാനേജ്മെൻറ്റ്. In case of new industries, investors have to carefully assess the project reports and assessment of financial institutions. കാരണം നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു പുതിയൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ഇൻഡസ്ട്രീനെ whenever we are going to buy a particular share in a company in that particular industry, ആ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ആ പ്രൊജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് കറക്റ്റ് എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. Then future prospects. This is essential to have an overall picture of the industry and to study their problems and prospects while we are making investment in a particular industry. അതിൽ in this industry analysis, the main and an important field is industry life cycle. ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ ഇസ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ആ കമ്പനി
എന്ത് ചെയ്യണം, ഒന്നുകിൽ മോഡിഫൈ ചെയ്യോ അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക, അത് ഏതൊക്കെ സ്റ്റേജിലാണുള്ളത്, നമ്മൾ ഏത് കമ്പനിയിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് ഇൻഡസ്ട്രിയിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താ, ബൂമിംഗ് ആണോ അല്ലെങ്കിൽ റെസഷനിലാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസിലൂടെ മനസ്സിലാക്കുക. അതിൽ നമുക്ക് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പയനിയറിംഗ് ഓർ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, then expansion or growth stage, stagnation or maturity stage, decay or decline stage. ഈ പയനിയറിംഗ് സ്റ്റേജ് മീൻസ് ഒരു ഇൻട്രൊഡക്ഷൻ ആ സ്റ്റേജിലാണ് ഉണ്ടാവുക. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ പയനിയറിംഗ് ഓർ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. So after this industry analysis, let's move on to the next analysis, that is company or corporate analysis. So company analysis is a study of variables that influence the future of a firm both qualitatively and quantitatively. അതിൽ നമ്മൾ കമ്പനീൻ്റെ കേസിൽ അസസ് ചെയ്യുക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അസസ് ചെയ്യുക. ഇതിൽ ഈച്ച് ഷെയർ ഓഫ് എ കമ്പനി ഹാസ് എൻ ഇൻട്രിൻസിക് വാല്യൂ വിച്ച് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഓരോ ഷെയർസിനും അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് അളക്കുന്നത് ഒന്ന് അതിൻ്റെ റിട്ടേൺ ആണ്. റിട്ടേൺ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ അളക്കുക. അതായത് നമ്മൾ ഡിവിഡൻഡ് ഒരു ഷെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ഡിവിഡൻഡ് എന്താണ്, അതിൻ്റെ കറൻറ്റ് ഡിവിഡൻഡ് എന്താണ്, അതിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഇൻട്രിൻസിക് വാല്യൂ കണക്കാക്കുക. സോ അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഇൻട്രിൻസിക് വാല്യൂവും ഹൈലി കണക്റ്റഡ് ആണ്. അതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്, കമ്പനി അനാലിസിസ്. അതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ഹൗ ഹാസ് ദ കമ്പനി പെർഫോംഡ് ഇൻ കമ്പാരിസൺ വിത്ത് ദ സിമിലർ കമ്പനി ഇൻ ദ സെയിം ഇൻഡസ്ട്രി. അതേ ഇൻഡസ്ട്രിയിലുള്ള സിമിലർ ടൈപ്സ് ഓഫ് കമ്പനീസിൻ്റെ അതേ പെർഫോമൻസ് ഈ കമ്പനിക്ക് ഉണ്ടോ. ദെൻ ഹൗ ഹാസ് ദ കമ്പനി പെർഫോംഡ് ഇൻ കമ്പാരിസൺ ടു ദ ഏർലി ഇയേഴ്സ്. ഡിഫറെൻറ്റ് ഇയേഴ്സിലെ പെർഫോമൻസ് കമ്പനീൻ്റെത് എങ്ങനെയാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള അനാലിസിസ് ആണോ. നിങ്ങൾ എൻവിറോൺമെൻറ്റിൽ സോട്ട് അനാലിസിസ് പഠിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബിഫോർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇൻ എ കമ്പനി വി ഹാവ് ടു കണ്ടക്ട് എ സോട്ട് അനാലിസിസ്. സോട്ട് മീൻസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. ഇപ്പോൾ സ്ട്രെങ്ത് വരുന്ന ടെക്നോളജിക്കൽ സ്കില്ലാവാം, ലീഡിങ് ബ്രാൻഡ് ആവാം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആവാം, കസ്റ്റമർ ലോയൽറ്റിയോ റിലേഷൻഷിപ്പ് ആവാം, പ്രൊഡക്ഷൻ ക്വാളിറ്റി, സ്കെയിൽ ലാർജ് സ്കെയിൽ ഓർ സ്മോൾ സ്കെയിൽ അങ്ങനെയുള്ളത്. പിന്നെ മാനേജ്മെൻറ്റ്, വീക്ക്നെസ്സും ഉണ്ടാവാം, ആബ്സെൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സ്കില്ല്. ചില സ്കില്ല് അവർക്ക് ഫോറിൻ ആയിട്ടുള്ള ടെക്നോളജി അവരുടെ അടുത്ത് ഇല്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് വീക്ക്നെസ് ആണ്. വീക്ക് ബ്രാൻഡാണ്, പുവർ ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷനാണ്, ലോ കസ്റ്റമർ. ഇതിലേതെങ്കിലും ഒന്നുണ്ടാവാം, ഒന്നോ രണ്ടോ ഉണ്ടാവാം ഒരു കമ്പനിക്ക്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ സോട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഏത് കമ്പനിയാണ് ഹൈലി പ്രോഫിറ്റബിൾ ആവുക, അത് ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഒരാൾ ഒരു ഷെയർ എടുക്കുക. നമ്മൾ സ്പെക്കുലേറ്റർ ആണെങ്കിൽ അവരെന്താ ചെയ്യുക, കറണ്ട് റിട്ടേൺ മാത്രമേ നോക്കുള്ളൂ. നമ്മളിപ്പം ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ വി വിൽ ഇൻവെസ്റ്റ് ഫോർ മേക്കിംഗ് റിട്ടേൺ ഫ്രം ദാറ്റ്, അല്ലേ. നമ്മൾ വി ആർ ടേക്കിംഗ് റിസ്ക് ഫോർ മേക്കിംഗ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ആ റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു അനലൈസ് ദറ്റ് പർട്ടിക്കുലർ കമ്പനീസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് വീക്ക്നെസ് ഉണ്ടാവാം, അതിന് നമുക്ക് എന്തൊക്കെ രീതിയിലാണ് ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു കമ്പനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ചേഞ്ചിങ് കസ്റ്റമർ ടേസ്റ്റ്, ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ചേഞ്ചസ് ഇൻ ഗവൺമെൻറ് പോളിസീസ് എക്സെട്ര. ഓൾ ത്രെഡ്സും ഉണ്ടാവാം. അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് മാറുന്നതിന് ഒരു ത്രെട്ടാവാം. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസസ്, അതൊരു പോസിറ്റീവ് ആണെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അത് ത്രെട്ടാവാം. ദെൻ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവാം, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്,
റേഷ്യോ അനാലിസിസ്, നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കി അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കി നമുക്ക് മനസ്സിലാക്കാം ഹൗ മച്ച് പ്രോഫിറ്റ് ഈസ് ദെയർ. സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ കേസിൽ പ്രോഫിറ്റ് കൂട്ടി കാണിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ പോരാ. അതുകൊണ്ടാണ് നമ്മൾ കമ്പനി അനാലിസിസും ഇൻഡസ്ട്രി അനാലിസിസും ഇക്കണോമി അനാലിസിസും നമ്മൾ ചെയ്യുന്നത്. ഓൺലി നമ്മളൊരു കമ്പനിയുടെ പ്രോഫിറ്റ് മാത്രം നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സംടൈംസ് ഇറ്റ് മേ ബി എ ബിഗ് ഫ്ലോപ്പ്. Then balance sheet. It shows the assets and liabilities of the firm. Then statement of cash flows. There are different tools which we can use, different tools for analysis. അതിൽ ഒരു മെയിൻ ടൂളാണ് നമ്മൾ റേഷ്യോ അനാലിസിസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. റേഷ്യോ അനാലിസിസ്, പിന്നെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഇയേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ ദെയർ. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ EPS അനാലിസിസ് പഠിച്ചിട്ടില്ലേ? EPS അനാലിസിസ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ, പ്രൊജക്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് നമ്മൾ പിന്നെ ഓൾറെഡി ഉള്ള പാസ്റ്റ് ട്രെൻഡ് വെച്ച് നമ്മൾ പുതിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കുക, എന്താ പറയുക, ഒരു അസംഷനൊക്കെ വെച്ച്. പിന്നെ മോഡേൺ മെത്തേഡ്സിൽ റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ, ട്രെൻഡ് അനാലിസിസ്, ഡിസിഷൻ ട്രീസ് എക്സെട്ര. ഈ ഡിസിഷൻ തിയറിയും അതുപോലെ തന്നെ ട്രെൻഡ് അനാലിസിസൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ്. സോ ഇതിൽ തന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഏർണിംഗ് പെർ ഷെയർ, കുറേ ടെക്നിക്സ് ഉണ്ട്. ഏർണിംഗ് പെർ ഷെയർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനീസിനെ അസസ് ചെയ്യാൻ പറ്റും. അത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ വെച്ച് അസസ് ചെയ്യാൻ പറ്റും. പ്രൈസ് ടു സെയിൽസ്, പ്രൈസ് ടു ബുക്ക്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് yield എക്സെട്ര. സോ ഈ ഏർണിംഗ് പെർ ഷെയർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചതാണ്. അതൊന്നും എന്ത് ചെയ്യും, നിങ്ങൾ ഈ സ്റ്റഡി മെറ്റീരിയൽ വെച്ചൊന്ന് വായിച്ചു നോക്കാം. സോ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇസ് ഓവർ ഹിയർ. ഫണ്ടമെൻ്റൽ അനാലിസിസിലാണ് നമ്മൾ ഇനിയിപ്പം വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഹൗ വി ക്യാൻ വാല്യൂ എ ഷെയറിൻ്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഓക്കെ.